ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC 745/2021 ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ആണ്. ഓക്കെ, നല്ലൊരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്. ഈ ഒരു പോസ്റ്റിന്റെ എക്സാമിനേഷൻ അല്ലെങ്കിൽ സിലബസിൽ വന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് വരുന്നുണ്ട്, ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ, അതുപോലെ തന്നെ മറ്റു വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ടാലി, അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോസ്റ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ ഈ ഒരു കോഴ്സിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അടുത്ത് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യം നിങ്ങൾക്ക് ഒരു ലേ ഔട്ട് തരാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്തുമാത്രം കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇൻഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ മെഷേർഡ്. ദ സ്പീഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ്. ഒരു കമ്പ്യൂട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്തിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? അന്ന് ഓപ്ഷനായിട്ട് ചോദിച്ചിരുന്നത് ഇതൊക്കെയാണ്: CPS, അതുപോലെ തന്നെ മിപ്സ്, RPM, MPPS. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മിപ്സ് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മിപ്സ് എന്നാണ് മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നതാണ് മിപ്സിന്റെ ഫുൾ ഫോം. അപ്പൊ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്ന്, ഒരു കമ്പ്യൂട്ടറിന്റെ സ്പീഡ് നമ്മൾ അളക്കുന്നത് മിപ്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. അപ്പൊ മിപ്സിന്റെ ഫുൾ നെയിം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ് എന്നുള്ളതാണ് മിപ്സിന്റെ ഫുൾ നെയിം ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. AMD അപ്ലോഡ് ഇസ് എ ഡാഷ്. AMD അപ്ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ തന്നിരിക്കുന്നത് അതൊരു പ്രിന്റർ ആണോ, അല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ ആണോ, ഒരു മൈക്രോ പ്രോസസർ ആണോ, ഒരു സ്കാനർ ആണോ എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഇന്റൽ, AMD എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന സിസ്റ്റം റിലേറ്റഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ AMD എന്ന് പറയുന്നത് ഒരു പ്രോസസർ ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്തും ചൂസ് ചെയ്യാൻ പറ്റുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസർ ആണ്. AMD പ്രോസസർ ഉണ്ട്, അതിനൊക്കെ ഇന്റലിന്റെ i3, i5, i7 എന്ന് പറയുന്ന പ്രോസസേഴ്സ് ഉണ്ട്. അതിൽ AMD അപ്ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മൈക്രോ പ്രോസസറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് ബിറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് 0 or 1 എന്ന് പറയുന്ന വാല്യൂസ് ആണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് എന്താണ് കറക്റ്റ് ആൻസർ എന്നുള്ള കാര്യം നോക്കാം. ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ബൈറ്റ്സ് ഇൻ ടൈം, ബിറ്റ്സ് ഇൻ ടൈം, ബൈനറി ഡിജിറ്റ്, ബേസിക് ഇൻപുട്ട് ടൈം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ബിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എയ്തർ 0 or 1 എന്നുള്ള മീനിങ്ങിലാണ്. അപ്പൊ നമുക്ക് പറയുന്നത് ഒരു ബൈനറി ഡിജിറ്റ് എന്ന് പറയാം. ഓക്കെ, സോ കുറെ ടൈപ്പ് ഡിജിറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഡെസിമൽ, ഒക്ടൽ, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഡിജിറ്റ്സ് നമുക്ക്, അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരെണ്ണമാണ് ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വരുന്ന രണ്ട് വാല്യൂസ് ആണ് 0യും ഉണ്ട്. അതിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ബിറ്റ് എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബൈനറി ഡിജിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ആൻസർ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് പറയാം. ഒരു കമ്പ്യൂട്ടറിന്റെ സ്പീഡ് അളക്കുന്ന എന്തിന്റെ ടൈംസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിപ്സ്, മില്യൺ ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. AMD അപ്ലോഡ് എന്താണ്? ഒരു മൈക്രോ പ്രോസസർ ആണ്. ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് ബിറ്റ് എന്ന് പറയുന്നത്? ഒരു ബൈനറി ഡിജിറ്റ് ആണ്. അപ്പൊ ആ ബൈനറി ഡിജിറ്റ് രണ്ട് വാല്യൂസേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് എന്താണെന്ന് പറഞ്ഞാൽ ബൈനറി ഡിജിറ്റ് എന്നുള്ളതാണ് രണ്ട് വാല്യൂസ്, 0 or 1. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രിന്റിംഗ് സ്പീഡ് ഓഫ് എ ലേസർ പ്രിന്റർ. നമുക്കറിയാം കുറെ ടൈപ്പ് പ്രിന്റേഴ്സ് അവൈലബിൾ ആണ്. ഡോട്ട് മെട്രിക്സ്, ലേസർ, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രിന്റേഴ്സ് നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്: ദ പ്രിന്റിംഗ് സ്പീഡ് ഓഫ് എ ലേസർ പ്രിന്റർ. ഒരു ലേസർ പ്രിന്ററിന്റെ സ്പീഡ് എന്തിന്റെ ബേസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻസ് അവർ പറഞ്ഞിരിക്കുന്നത് പേജ് പെർ മിനിറ്റ്, ദെൻ പേജ് പെർ സെക്കൻഡ്, ടൈംസ് പെർ സെക്കൻഡ്, ടൈംസ് പെർ സെക്കൻഡ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് പേജ് പെർ മിനിറ്റ് എന്നുള്ളതാണ്. അതിനെ നമ്മൾ പറയുന്നത് PPM എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. പേജ് പെർ മിനിറ്റ് എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നമുക്ക് ഡോട്ട് മെട്രിക്സ് എന്ന് പറയുന്നൊരു പ്രിന്റർ ഉണ്ട്. ഡോട്ട് മെട്രിക്സിന്റെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണ്. CPS വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ സ്പീഡ് പറയുന്നത് എത്രത്തോളം ക്യാരക്ടറിനെ ഒരു സെക്കൻഡിൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിലാണ്. ഇവിടെ അങ്ങനെയല്ല. ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് എന്തുമാത്രം
പേജസിനെ ആ പ്രിന്ററിന് പ്രിന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ലേസർ പ്രിന്ററിന്റെ സ്പീഡ് നമ്മൾ പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഈസ് ദ കണക്ടിംഗ് പോയിന്റ് ഫോർ ഓൾ അതർ പീസസ് ഓഫ് എ കമ്പ്യൂട്ടർ. സോ ഒരു കമ്പ്യൂട്ടറിനകത്ത് എല്ലാ പാർട്ടുകളും കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഓപ്ഷൻസ് പറയുന്നത് CPU, രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ബി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന മദർ ബോർഡ്, സി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് SMBS, ഡി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് UPS. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് CPU എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതിനകത്ത് എന്താണ്? CPU എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിനകത്ത് ഒരു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണെന്ന് തന്നെയാണ് നമ്മൾ പറയാം. അപ്പൊ അതിൽ വന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോസസ്സർ വരും. ഓക്കെ, അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പാർട്ടായിട്ടുള്ള രജിസ്റ്റേഴ്സ്, മെമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ CPU എന്ന് പറയുന്നത്. പിന്നീട് അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ബോർഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത SMBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ AC ആണ്. അപ്പൊ അതിനെ DC ആക്കാനുള്ള ഒരു ഡിവൈസ് ആണ് SMBS എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്താണ് UPS എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ എന്താണ്, ഒരു ബാറ്ററി ബാക്കപ്പിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ UPS കണക്ട് ചെയ്ത് UPS ആയിരിക്കും എന്ത് ചെയ്യുന്ന സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം. അപ്പം പവർ ഫെയിലിയർ അങ്ങനെ വരും, പവർ കറണ്ട് പോകുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ UPS നിന്നുള്ള ബാറ്ററി ചാർജ് എടുത്തിട്ട് സിസ്റ്റം എന്ത് ചെയ്യും, വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ പോകും. ഓക്കെ, അത് കാരണം പെട്ടെന്ന് സിസ്റ്റം എന്ത് ചെയ്യത്തില്ല, ഷട്ട് ഡൗൺ ആവത്തില്ല. അങ്ങനെ പെട്ടെന്ന് സിസ്റ്റം ഷട്ട് ഡൗൺ ആവണമെങ്കിൽ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, UPS യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമ്മുടെ ആൻസർ? CPU ആണോ, മദർ ബോർഡ് ആണോ, SMBS ആണോ, അതുപോലെ തന്നെ UPS ആണോ? അപ്പൊ നമുക്ക് പറയാം, നമ്മുടെ ബോർഡിലേക്കാണ് എല്ലാ ഡിവൈസുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. പ്രോസസർ ആണെങ്കിൽ, SMBS ആണെങ്കിൽ, UPS ആണെങ്കിൽ എല്ലാം കണക്ട് ചെയ്ത് കയറ്റുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ബോർഡിലേക്കാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? മദർ ബോർഡ് ആണ് നമുക്ക് ആൻസർ ആയിട്ട്. ഇനി അടുത്തതാണ് SATA, SATA. SATA സ്റ്റാൻഡ്സ് ഫോർ, SATA എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സ്റ്റാൻഡേർഡ് അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്, സ്റ്റാൻഡേർഡ് അറ്റാച്ച്ഡ് ടെക്നോളജി അഡ്വാൻസ്ഡ്, സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ്, സീരിയൽ അറ്റാച്ച്മെന്റ് ടെക്നോളജി അഡ്വാൻസ്. ഇപ്പൊ ഈ 4 ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ പറയുന്ന ഫുൾ ഫോമുകൾ വരിക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, എന്താണ് SATA എന്നുള്ള കാര്യം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. SATA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഡ്രൈവിനെയും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലെ UPS അങ്ങനെയുള്ള CPU അങ്ങനെയുള്ള പാർട്ടിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേബിൾ മാത്രമാണ് SATA എന്ന് പറയുന്നത്. അതിനൊക്കെ തന്നെ നിങ്ങൾ മറ്റ് കേബിൾസ് കേട്ടിട്ടുണ്ടായിരിക്കും. SCSI എന്ന് പറയുന്ന കേബിൾ ഉണ്ട്, അതിനൊക്കെ തന്നെ IDE അല്ലെങ്കിൽ PATA എന്ന് പറയുന്ന കേബിൾസ്, ഇങ്ങനെ പല കേബിൾസും നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്തൊരു കേബിളാണ് SATA എന്ന് പറയുന്നത്. അപ്പൊ SATA എന്ന് പറയുന്ന കേബിളിന്റെ അല്ലെങ്കിൽ ആ ഒരു കേബിളിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ് എന്നാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ പറയുന്ന SATAയുടെ ഫുൾ ഫോം മാറിപ്പോകരുത്, സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ് ആണ്. 4ാമത്തെ ഓപ്ഷനും 3ാമത്തെ ഓപ്ഷനായിട്ട് ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ മാറിപ്പോകരുത്, സീരിയൽ അഡ്വാൻസ് ടെക്നോളജി അറ്റാച്ച്മെന്റ് എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തത്? അപ്പൊ നമുക്കറിയാം, സോഫ്റ്റ്വെയറിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയറും അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? അപ്പൊ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, സിസ്റ്റത്തിനുള്ളിൽ എന്താ പറയുക, ഈ കമ്പോണൻസിനെയൊക്കെ ഒന്ന് വർക്ക് ചെയ്യിച്ചെടുക്കാൻ വേണ്ടി. അതായത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്. അപ്പൊ ആ ഒരു ഹാർഡ്വെയർ ഡിവൈസിനെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു പ്രിന്റർ എന്റെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, പ്രിന്റർ ഹാർഡ്വെയർ ഡിവൈസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പ്രിന്ററിന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ അതിനകത്തൊരു സോഫ്റ്റ്വെയർ പാർട്ട് കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡ്രൈവറുകൾ യൂസ് ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പൊ ഡ്രൈവർ എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്താന്ന് പറയുക, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു പാട്ട് കേൾക്കണം, ഞാൻ എന്ത് യൂസ് ചെയ്യും, ഞാൻ MP3 പ്ലെയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ MP3 പ്ലെയർ എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സിസ്റ്റം സോറി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്തതാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്ന മൈക്രോസോഫ്റ്റ് വിൻഡോസ് പറയുന്നുണ്ട്, ഗൂഗിൾ ക്രോം പറയുന്നുണ്ട്, VLC മീഡിയ പ്ലെയർ, മൈക്രോസോഫ്റ്റ് വേഡ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ള കാര്യം നോക്കാം. ആദ്യം നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ വേഡ് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റ് വേഡ്. അപ്പൊ അതൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ലേ, അപ്പൊ അത് ആൻസർ അല്ല.
ഇനി അടുത്ത VLC മീഡിയ പ്ലെയർ, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഫിലിംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, VLC മീഡിയ പ്ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും ആൻസർ അല്ല, അതൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ആണ്. ഗൂഗിൾ ക്രോം ഇതൊരു ബ്രൗസറാണ്. അപ്പം അതെന്താണ്, ബ്രൗസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. അപ്പൊ അത് ആൻസർ. അടുത്ത എന്താണ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഓക്കെ, നിങ്ങൾക്കറിയാം മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സിസ്റ്റത്തിന്റെ കമ്പോണൻസിനൊക്കെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതെന്തിന് എക്സാമ്പിൾ ആണ്, അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, അതെന്തല്ല, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്നുള്ളതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, സോറി ആൻസർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കോപ്പി കോഡ് കമാൻഡ് ഈസ് യൂസ് ടു ക്രിയേറ്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്, ഒരു കമാൻഡ് വന്നിട്ട് അതിന്റെ യൂസ് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, കോപ്പി കോഡ് കമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം കോപ്പി കോഡ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പം അതിന്റെ എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കോപ്പി എന്ന് കൊടുക്കുക, ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ കോൺ കൊടുക്കും. ഇവിടെ നമ്മളൊരു ഫയലിന്റെ നെയിം കൊടുക്കും, ഫയൽ നെയിം .txt നമുക്ക് കൊടുക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ CMDയിലാണ് അത് എൻ്റർ ചെയ്യുന്നത്. CMDയിൽ ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എനിക്കൊരു ബ്ലാങ്ക് സ്പേസ് വരും. അവിടെ ഞാൻ ഹായ് ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ഫയലിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ആകും. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആവും. നമ്മൾ എന്താണോ ഇവിടെ ഫയലിലേക്ക് കൊടുക്കുന്നത് ആ പേരിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് കഴിഞ്ഞ് കൊടുക്കുന്ന കണ്ടന്റുകളെല്ലാം ഈ ഫയലിലേക്ക് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇപ്പൊ ആൻസർ എടുക്കാം. കോപ്പി കോൺ കമാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനാണോ, ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനാണോ, ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണോ, ഐക്കൺസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ നോക്കി ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കോപ്പി കോൺ. ഇപ്പൊ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഇതാണ്, MKDIR എന്നുള്ള കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ എൻ്റെ കൂടെ ഓർത്ത് വെച്ചേക്കാം. സോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു കമാൻഡ് എന്നിട്ട് ഇതിന്റെ യൂസ് എന്താണെന്ന് ചോദിക്കും. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോ അപ് ടു MS Office 2010. സോ MS Office, മൈക്രോസോഫ്റ്റ് ഓഫീസ് 2010 കഴിഞ്ഞിട്ട് വന്ന വെർഷൻ ഏതാണ്? ഓപ്ഷൻ പറയുന്നുണ്ട് അവര്, MS Office 2011, MS Office 2012, MS Office 2013, MS Office 2014. അപ്പം നമ്മളിത് അറിഞ്ഞിരിക്കണം, MS Office 2010 കഴിഞ്ഞിട്ട് നമുക്ക് വന്ന വെർഷൻ ഏതെന്ന് പറഞ്ഞാൽ MS Office 2013 ആണ് വന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, MS Office 2013 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കട്ട് ഓഫ് കോപ്പീഡ് ടെക്സ്റ്റ് ഈ സ്റ്റോർഡ് ഓൺ ദ. നമ്മളിപ്പോ ഏതെങ്കിലും എന്താണ് പറയുന്നത്, ഒരു വേർഡ് ഡോക്യുമെന്റിൽ ഒരു ടെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്തു, അങ്ങനെയാണെങ്കിൽ അത് എവിടെയാണ് കോപ്പി ചെയ്ത് വയ്ക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് പേസ്റ്റ് ചെയ്യുന്നിടത്താണല്ലോ ഇത് പേസ്റ്റ് ആവുക. അപ്പം അതുവരെ നമ്മൾ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നത് വരെ ഈ കണ്ടന്റ് എവിടെയായിരിക്കും സ്റ്റോർ ആവുക? ഓപ്ഷൻസ് അവർ പറയുന്നുണ്ട്, റാം പറയുന്നുണ്ട്, റോം പറയുന്നുണ്ട്, ക്ലിപ്പ് ബോർഡ് പറയുന്നുണ്ട്, മോണിറ്റർ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന് മോണിറ്ററിനെ കട്ട് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ മോണിറ്റർ ഹാർഡ്വെയർ ഡിവൈസ് ആണ്. ഓക്കെ, അപ്പം അവിടെ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, ജസ്റ്റ് ഡിസ്പ്ലേയിങ് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് മാത്രമാണ്. ഇനി നമുക്കുള്ളത് റാം ഉണ്ട്, റോം ഉണ്ട്, ക്ലിപ്പ് ബോർഡ് ഉണ്ട്. അപ്പം റോം എന്ന് പറയുന്നത്, റാം എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ അല്ല. നമ്മുടെ ആൻസർ എന്താണ്, ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നിടത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ടെമ്പററി സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ക്ലിപ്പ് ബോർഡിലാണ്. അപ്പൊ ആൻസർ എന്താണ്, ക്ലിപ്പ് ബോർഡാണ്. റാം എന്ന് എഴുതരുത് നിങ്ങൾ, ക്ലിപ്പ് ബോർഡാണ് എന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് എ മെയിൻ ഡോക്യുമെന്റ് ആൻഡ് എ ഡാറ്റ സോഴ്സ് ടു പ്രൊഡ്യൂസ് പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ്സ് ഈസ് കോൾഡ്. ഇപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം ഒരു 100 പേർക്ക്, ഒരു 100 ആൾക്കാർക്ക് എനിക്കൊരു മെയിൽ അയക്കണം. ഒരേ കാര്യം തന്നെയാണ് മെയിൽ അയക്കുന്നത്. ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണെന്ന് വെക്കുക, ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ മീറ്റിംഗിന്റെ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഡീറ്റെയിൽസ് കൂടി എനിക്ക് അവിടെ എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ, ഞാൻ ഓരോരുത്തർക്കും ഇരുന്ന് മെയിൽ അയക്കുന്നതിന് പകരം ഞാൻ ആ ഡീറ്റെയിൽസിനെ എല്ലാം കൂടെ എന്ത് ചെയ്യും, ഒരു എക്സൽ ഷീറ്റിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സൽ ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡോക്യുമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എനിക്ക് മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ വേർഡിനകത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ പേര് ഇങ്ങനെയാണ്, മെയിൽ മെർജ് എന്നാണ്.
ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചേക്കാം മെയിൽ മെർജ്. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എക്സലിലുള്ള ഡേറ്റാസിന് നമുക്ക് എന്ത് പറയുക, ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സിനകത്ത്, വേർഡ് ഡോക്യുമെന്റ്സിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെയിൽ മെർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? മെർജിങ് ആണോ, മെയിൽ മെർജിങ് ആണോ, ഗ്രൂപ്പിംഗ് ആണോ, സോർട്ടിംഗ് ആണോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? മെയിൽ മെർജിങ് എന്നാണ് നമുക്ക് അതിന് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ഓർക്കുക, ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് എ മെയിൻ ഡോക്യുമെന്റ് ആൻഡ് എ ഡേറ്റ സോഴ്സ് ടു പ്രൊഡ്യൂസ് പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ്സ്. അപ്പം നമ്മൾ ഓരോ ഡോക്യുമെന്റ് നോക്കുമ്പോഴും അതിനകത്ത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന എക്സൽ ഷീറ്റിനകത്ത് ഓരോ റോയിലെ വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. ആ 60 സ്റ്റുഡൻസിന്റെയും നമുക്ക് പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മെയിൽ മെർജ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഫോർമാറ്റ് എല്ലാവർക്കും സെയിം ആണ്. വാല്യൂ ഓരോ സ്റ്റുഡൻസിനനുസരിച്ച് അവരുടെ മാർക്കുകളൊക്കെ മാറും. അപ്പൊ നമ്മളൊരു എക്സൽ ഷീറ്റിനകത്തോട്ട് ഈ മാർക്കുകൾ ഇടുക, ദെൻ അവിടുന്ന് ഈ പറയുന്ന ഷീറ്റിലേക്ക് അല്ലെ ഡോക്യുമെന്റിലേക്ക് വരാനായിട്ട് നമ്മൾ മെയിൽ മെർജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആൻസർ എന്താണ്? മെയിൽ മെർജിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ പവർ പോയിന്റ്. ഓക്കെ, പവർ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഈ പ്രസന്റേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. വിച്ച് വ്യൂ ഈസ് യൂസ് ടു ഡെലിവർ പ്രസന്റേഷൻ ടു ദ ഓഡിയൻസ്. സോ ഓഡിയൻസിന് പ്രസന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് വ്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻസ് എന്താണ്? സ്ലൈഡ് ഷോ ആണോ, ഫുൾ സ്ക്രീൻ ആണോ, സ്ലൈഡ് സോർട്ടർ ആണോ, അത് നോർമൽ ആണോ? നിങ്ങൾക്കറിയാം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്ലൈഡ് ഷോ ആണ്. അപ്പൊ നിങ്ങളിപ്പം ഞാൻ ഈ ഷെയർ ചെയ്തിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഒരു സ്ലൈഡ് ഷോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, ഫുൾ സ്ക്രീനകത്തും എന്താണ് ഫുൾ ആ ഒരു മോണിറ്റർ നിറയെ എന്തായിരിക്കും നമ്മുടെ ഈ പറയുന്ന ഈ സ്ലൈഡ് ആയിരിക്കും എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പൊ ആൻസർ എന്താണ്? സ്ലൈഡ് ഷോ എന്ന് പറയുന്നതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, DOS സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് DOSന്റെ ഫുൾ ഫോം? ഇപ്പൊ നമ്മൾ നേരത്തെ സാറ്റർഡേ കണ്ടു, അതിനൊക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് DOS എന്ന് പറയുന്നത്. സോ DOS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഇതാണ്, ഡിനൈൽ ഓഫ് സർവീസ്. ഒരു സർവീസിനെ എന്ത് ചെയ്യുക? ഡിനൈ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യിക്കുക? സ്റ്റോപ്പ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഡിലേ ആക്കുക എന്നുള്ള മീനിങ്ങിലാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഡിനൈൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നോർമലി നമ്മൾ പറയുന്നത് ഇതൊരു അറ്റാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ DOS എന്ന് പറയുന്നത് എന്താണ്? ഒരു അറ്റാക്ക് ആണ്. ഒരു എന്താ പറയുന്നത്, ഈ പറയുന്ന ഒരു സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതിനെ മാക്സിമം നമ്മൾ സ്ലോ ആക്കുക എന്നുള്ളത് ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിനൈൽ ഓഫ് സർവീസ് എന്ന് പറയുന്ന ഈ ഒരു അറ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വേർഡുണ്ട്, DDoS എന്ന് പറയുന്നത്. ചിലപ്പം ഒന്നുകിൽ DOSന്റെ ഫുൾ ഫോം ചോദിക്കും, അല്ലെങ്കിൽ ചോദിക്കുന്നത് DDoSന്റെ ഫുൾ ഫോം ആയിരിക്കും ചോദിക്കുക. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസ് എന്നാണ് അതിന്റെ ആൻസർ. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, DOS ഡിനൈൽ ഓഫ് സർവീസ് ആണെങ്കിൽ DDoS എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ ഓഫ് സർവീസ് എന്നാണ്. അപ്പൊ ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാല്യൂ ദാറ്റ് വർക്ക്സ് വിത്ത് എ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ടു പ്രൊഡ്യൂസ് എ സ്പെസിഫിക് സൈഫർ ടെക്സ്റ്റ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, നമ്മള് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ ഇരിക്കുന്നതിനെ, ടെക്സ്റ്റിനെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ടെക്സ്റ്റ് ഫയൽ ആണെന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആണെന്ന് വെക്കുക, അതിനെ എന്ത് ചെയ്യും? മറ്റൊരു ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ടെക്സ്റ്റ് 1 ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് 2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഈ ടെക്സ്റ്റ് 1നെ നമ്മൾ പറയുന്ന പേരാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയും. ഓക്കെ, അതിപ്പം നമ്മൾ എന്താണ് പ്ലെയിൻ ടെക്സ്റ്റിനെ എന്തായിട്ട് മാറ്റും? സൈഫർ ടെക്സ്റ്റ്. അപ്പൊ ഈ പ്ലെയിൻ ടെക്സ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമതൊരാൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ ആൾട്ടർ ചെയ്ത് മറ്റൊരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ക്രിപ്റ്റോഗ്രാഫി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം പ്ലെയിൻ ടെക്സ്റ്റിനെ എന്തായിട്ട് മാറ്റും? സൈഫർ ടെക്സ്റ്റ് ആയിട്ട് മാറ്റും. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു അൽഗോരിതം യൂസ് ചെയ്യേണ്ടി വരും. അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊസീജിയർ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ആ പ്രൊസീജിയറിനകത്ത് ഒരു പർട്ടിക്കുലർ കീയെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കൺവേർഷൻ നടക്കുന്നത്. ഓക്കെ, അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, പണ്ട് ഒരു സൈഫർ ഉണ്ട്, ഒരു സൈഫർ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ പേരിങ്ങനാണ്, സീസർ സൈഫർ എന്നാണ്. പണ്ട് സീസറിന്റെ ഒക്കെ ടൈമിൽ അവരുടെ ആർമി പീപ്പിൾസ് യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം A ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനെ 3 ലെറ്ററും കൂടെ കൂട്ടിയിട്ട് മാത്രമേ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സോൾജിയർ മറ്റൊരു സോൾജിയറിനോട് പറയാൻ ഉദ്ദേശിക്കുന്ന A ആണെങ്കിൽ അയാൾ D എന്നേ പറയത്തുള്ളൂ. BCD ആയിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇതിന്റെ ഒറിജിനൽ വെർഷൻ മനസ്സിലാവും. അപ്പൊ ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന കീ എന്താണ്? 3 ഇൻക്രിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ 3 ലെറ്റർ മുന്നോട്ടുള്ളതിനെ എടുക്കുക എന്നുള്ള മീനിങ്ങിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം
ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. വാല്യൂ ദാറ്റ് വർക്ക്സ് വിത്ത് എ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ടു പ്രൊഡ്യൂസ് എ സ്പെസിഫിക് ടൈപ്പ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റിൽ നിന്ന് സൈഫർ ടെക്സ്റ്റിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മളൊരു അൽഗോരിതം യൂസ് ചെയ്യും. സോ ഒരു അൽഗോരിതം യൂസ് ചെയ്യും. ആ അൽഗോരിതത്തിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു കീ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? കീ എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ സി എ ട്രയഡ്. ഓക്കെ, ട്രയഡ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എന്നുള്ള മീനിങ്ങിൽ മാത്രമേ ഉള്ളൂ. CIA. ഓക്കെ, ഇത് സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് CA ട്രയഡ് എന്ന് പറയുന്നത്. അപ്പോൾ CA ട്രയഡിനകത്ത് CIA എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറയുന്നുണ്ട്: കണ്ടന്റ്, ഇൻഫർമേഷൻ, അവൈലബിലിറ്റി, കണ്ടന്റ്, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇൻഫർമേഷൻ, അവൈലബിലിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ആണ്. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഫിഡൻഷ്യൽ ആയിട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോ എയും ബിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനകത്ത് എ അയക്കുന്ന മെസ്സേജ് ബിക്ക് എത്തണം. അതുപോലെ തന്നെ ഇതിന് നടുക്കുള്ള ഒരാൾ കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സി എന്ന് പറയുന്ന ഒരാൾ കാണാൻ പറ്റില്ല. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാൾ വായിക്കാൻ പാടില്ല. അതിനെയാണ് നമ്മൾ എന്താന്ന് പറയാ? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയാം. അടുത്ത ഇന്റഗ്രിറ്റി. എ ബിക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്, എ അയക്കുന്ന മെസ്സേജ് അതുപോലെ തന്നെ എവിടെ വരണം? ബിയിൽ എത്തണം. എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യരുത്? ആൾട്രേഷൻ ഒന്നും വരരുത്. വരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രിറ്റി സാറ്റിസ്ഫൈ എന്ന് പറയാം. ഇനി അടുത്തതാണ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, എ അയക്കുന്ന മെസ്സേജ് ബിയിൽ എത്തണം. അത് എപ്പോഴെങ്കിലും എത്തിയാൽ പോരാ, കറക്റ്റ് ടൈമിൽ തന്നെ എന്ത് ചെയ്യണം? എത്തണം. അപ്പൊ ഈ 3 പ്രോപ്പർട്ടി സൈബർ സെക്യൂരിറ്റിക്കകത്ത് പറയുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് CIA ട്രയഡ്. ട്രയഡ് എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ എന്നുള്ള മീനിങ്ങിലുള്ള. അപ്പൊ 3 പ്രോപ്പർട്ടീസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്: കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഓക്കെ, അപ്പൊ 3 എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. MySQL എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. MySQL എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് നമ്മൾ മിക്കവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റാബേസ് ആണ്. അപ്പം MySQL എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഡാറ്റാബേസ് ആണോ, റിലേഷണൽ ഡാറ്റാബേസ് ആണോ, സെർവർ ആണോ, ക്ലയന്റ് ആണോ? ആദ്യം തന്നെ നമുക്ക് ഈ സെർവറിനെയും ക്ലയന്റിനെയും എന്തായാലും വേണ്ട. പിന്നീട് നമുക്ക് വരുന്ന എന്താണ്? ഡാറ്റാബേസ്, റിലേഷണൽ ഡാറ്റാബേസ് ആണ്. അപ്പൊ ഇവിടുത്തെ ഈ MySQL നമ്മൾ എന്താണ്? ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. ആ ഡാറ്റാബേസിനകത്ത് കുറെ ടേബിൾസ് ഒക്കെ കാണും. ആ ടേബിളിൽ വരുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ടേബിൾസ് ഒക്കെ നമ്മൾ എന്താണ്? ഒരു പർട്ടിക്കുലർ റിലേഷൻ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയുന്നത് ഇത് റിലേഷണൽ ഡാറ്റാബേസ് എന്നാണ് നമ്മൾ എന്തിനെ പറയാം? MySQL പറയാം. മാറിപ്പോരുത്, റിലേഷണൽ ഡാറ്റാബേസ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദ ഡാറ്റ ട്രാൻസാക്ഷൻ, കമ്മ്യൂണിക്കേഷൻസ് ഓർ ഡോക്യുമെന്റ്സ് ആർ ജെനുവിൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം എയിൽ നിന്ന് ബിയിലേക്ക് ഒരു മെസ്സേജ് ഹായ് അയക്കുന്നു. അപ്പൊ ബിക്ക് മനസ്സിലാകണം ഇത് ഒറിജിനൽ ആള് തന്നെയാണ് അയച്ചെന്ന് മനസ്സിലാകണം. ആ പ്രോപ്പർട്ടി നമ്മൾ പറയുന്ന പേരാണ് ഓതന്റിസിറ്റി എന്ന് പറയും. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓതന്റിക്കേഷൻ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്താണ്? യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ഇയാൾ തന്നെയാണെന്ന്. ഇപ്പം ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യുന്നത് അയാൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ എന്ത് ചെയ്യും? അയാൾക്ക് നമ്മളൊരു യൂസർ നെയിം പാസ്വേഡും കൊടുത്തിരിക്കും. അപ്പൊ അതുവഴി കയറുവാണെങ്കിൽ എന്തുറപ്പിക്കും? അയാൾ തന്നെയാണ് കയറി എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയാം? ആ ഒരു പ്രോപ്പർട്ടിയാണ് ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒതന്റിസിറ്റിയാണ്. ഓക്കെ, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദ ഡാറ്റ ട്രാൻസാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ഓർ ഡോക്യുമെന്റ്സ് ആർ ജെനുവിൻ. ഡാറ്റ ജെനുവിൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒതന്റിക്കേഷൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒക്കേഴ്സ് ഈസ് കാൾഡ്. അതെന്തായിരിക്കും? സ്റ്റാറ്റിക് സ്പേസ് എന്ന് പറയുന്നുണ്ട്, അതല്ല. ഡൈനാമിക് സ്പേസ്, അതുമല്ല. പിന്നീട് നമുക്ക് 2 ഡൗട്ടുകൾ വരുന്നത് എന്താണ്? ഇന്റർനെറ്റ് സ്പേസ് ആണോ അതോ സൈബർ സ്പേസ് ആണോ? അപ്പൊ നമ്മൾ പേപ്പറുകളിലെല്ലാം കാണുന്നതാണ് സൈബർ സ്പേസ് എന്നാണ് ഇതിന്റെ ആൻസർ. എൻവയോൺമെന്റ് ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ എന്താണ് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ പെർഫോം ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താന്ന് പറയുന്നത്? സൈബർ സ്പേസ് എന്നാണ്. ആൻസർ എന്താണ്? സ്പേസ് എന്നാണ് അതിന്റെ ആൻസർ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് നെറ്റ്വർക്ക് കേബിൾ ഹാസ് ദ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ സ്പീഡ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് തരുന്ന നെറ്റ്വർക്ക് കേബിൾ ഏതാണെന്നാണ്. ഓപ്ഷൻസ് പറയുന്നുണ്ട്: ഒപ്റ്റിക്കൽ ഫൈബർ, കോയാക്സിയൽ കേബിൾ, ട്വിസ്റ്റഡ് പെയർ, ഇലക്ട്രിക്കൽ കേബിൾ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ ഉള്ളതാണ് ഏറ്റവും സ്പീഡ് നമുക്ക് തരുന്നത്. ഓക്കെ, ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സെലക്ട് ഓഡ് വൺ ഔട്ട്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ അല്ലെങ്കിൽ ഇതിൽ തന്നിരിക്കുന്നതിനകത്ത് ഓഡ് വൺ ആയിട്ടുള്ളത് എന്താണെന്നാണ്. സോ ഗൂഗിൾ പറയുന്നുണ്ട്, ആമസോൺ പറയുന്നുണ്ട്, ബിങ് പറയുന്നുണ്ട്, ആസ്ക് പറയുന്നുണ്ട്.
അപ്പൊ നമുക്കറിയാം ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെർച്ച് എഞ്ചിനാണ്. അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് കൊടുക്കുക? ഗൂഗിളിലാണ് കൊടുക്കുന്നത്. ബിങ്ങും അതുപോലെ തന്നെ എന്താണ്? സെർച്ച് എഞ്ചിനാണ്. ആസ്കും എന്ത് തന്നെയാണ്? സെർച്ച് എഞ്ചിനാണ്. ബട്ട് ആമസോൺ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഷോപ്പിംഗ് സൈറ്റ് മാത്രമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് ഇതിനകത്ത് മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന എന്താണ്? ആമസോൺ ആണ് കാര്യം. മറ്റു തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സെർച്ച് എഞ്ചിനുകൾക്ക് എക്സാമ്പിൾ ആണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഓവൽ സിമ്പൽ ഡിനോട്ട്സ് ഓപ്പറേഷൻ ഇൻ ഫ്ലോ ചാർട്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ എഴുതാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സിനെ എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് എഴുതി റെപ്രസെന്റ് ചെയ്യാം. അതിനെ നമ്മൾ അൽഗോരിതം എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഫ്ലോ ചാർട്ട് എന്ന് പറയും. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഓവൽ സിമ്പൽ, ഒരു ഫ്ലോ ചാർട്ടിനകത്ത് ഓവൽ സിമ്പലിൽ നിങ്ങൾ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിനെയും സ്റ്റോപ്പിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓവൽ സിമ്പൽ. ഇനി പാരലോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പാരലോഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ കണ്ടിന്യൂഷൻ കണക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സർക്കിൾ അങ്ങനെയുള്ളതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലോ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരോ മാർക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓവൽ സിമ്പലിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സ്റ്റാർട്ട് എൻഡ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓവൽ സിമ്പൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ എക്സാമിനകത്തും വരുന്നതാണ്. ഒരു പോർട്ട് നമ്പർ തന്നിട്ട് അത് അല്ലെങ്കിൽ ഒരു പോർട്ട് നമ്പർ തന്നിട്ട് അതിന്റെ യൂസ് എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ പറഞ്ഞിട്ട് അതിൽ ഏത് പോർട്ട് നമ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോർട്ട് നമ്പർ ഹാൻഡിൽസ് HTTPS. കറക്റ്റ് ആയിട്ട് നോക്കുക, HTTPS എന്നാണ്. നമുക്ക് ഓർക്കുക, നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്. STTP വരുന്നുണ്ട്, അതേപോലെ തന്നെ HTTPS വരുന്നുണ്ട്. മാറിപ്പോകരുത്. ഓക്കെ. സോ HTTPക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ 80യും HTTPSന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 443 എന്ന് പറയുന്ന പോർട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഏത് പോർട്ട് നമ്പർ ആണ് HTTPSന് വേണ്ടി യൂസ് ചെയ്യുന്നത്? അപ്പൊ ആൻസർ എന്താണ്? 443 ആണ്. ഓക്കെ. അപ്പൊ 80 ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇത് ഏതിന് വേണ്ടിയിട്ടുള്ളതാണ്? HTTPക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ 20 എന്ന് പറയുന്നത് FTPക്ക് വേണ്ടിയിട്ടുള്ളതാണ്. SMTPക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? 25 യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ മെയിൽ ട്രാൻസ്ഫറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ട് 25 യൂസ് ചെയ്യുന്നത്, പോർട്ട് നമ്പർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ വിച്ച് ടോപ്പോളജി ദർ ഇസ് എ സെൻട്രൽ കൺട്രോളർ. സോ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ സിസ്റ്റംസിനെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കുറെ ടോപ്പോളജീസ് നമുക്ക് പഠിക്കാനുണ്ട്. മെഷ്, റിങ്, ബസ്, സ്റ്റാർ, ഇങ്ങനെ കുറെ കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ടോപ്പോളജി ദർ ഇസ് എ സെൻട്രൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെർവറും അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകളും മറ്റ് കമ്പ്യൂട്ടറുകളും ഈ ഒരു കോൺസെപ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ടോപ്പോളജി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സെൻട്രൽ സെർവർ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? സ്റ്റാർ ടോപ്പോളജിയാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോപ്പോളജിസിനെ കുറിച്ചൊക്കെ നമുക്കൊരു നല്ലൊരു ഐഡിയ വേണം, എങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഇസ് ദ കീ ഫംഗ്ഷൻ ഓഫ് എ ഫയർവാൾ? ഓക്കെ. ഫയർവാൾ എന്നതിന്റെ കീ ഫംഗ്ഷൻ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫയർവാൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് അവർ പറഞ്ഞിരിക്കുന്നത് മോണിറ്ററിംഗ് ആണോ, കോപ്പിയിങ് ആണോ, ഡിലീറ്റിംഗ് ആണോ, മൂവിങ് ആണോ? ഓക്കെ. സോ ഫയർവാൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലേക്ക് വരുന്ന ഡേറ്റാസിനെയും അങ്ങനെ നെറ്റ്വർക്കിൽ നിന്ന് പോകുന്ന ഡേറ്റാസിനെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫയർവാൾ യൂസ് ചെയ്യുന്നത്. ഫിൽട്ടർ ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? മോണിറ്ററിംഗ് ആണ് നമ്മുടെ ആൻസർ. ബാക്കിയെല്ലാം റോങ് ഓപ്ഷൻസ് ആണ്. ഓക്കെ. അപ്പം ഒരു ഫയർവാളിന്റെ കീ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിറ്ററിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫിൽട്ടറിംഗ് ആണെന്ന് പറയാം. വെച്ചാൽ ആവശ്യമുള്ളതിനെ മാത്രം ആ ഫയർവാളിൽ എന്താണോ റൂൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിനെ മാത്രം എന്ത് ചെയ്യുക? കടത്തിവിടുക. മറ്റുള്ളതിനെല്ലാം എന്താണ്? ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് ഫയർവാളിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് HTML കുറിച്ചൊക്കെ ഇതിനകത്ത് ഈ ഒരു സിലബസിൽ പറയുന്നുണ്ട്. അപ്പൊ HTML റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ അത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെബ് പേജ് സ്റ്റാർട്ട് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടാഗ്? ഓക്കെ. ഒരു വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ടാഗ് വെച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് പറയുന്നത് ബോഡി ആണോ, ടൈറ്റിൽ ആണോ, ഫോം ആണോ, HTML ആണോ? അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആണ്. നമ്മൾ എന്താണ്? HTML വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? HTML ടാഗ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. കാര്യം ഒരു HTML പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ടാഗ് വെച്ചിട്ടായിരിക്കും? HTML എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഒരു വെബ് പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ 25ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതിൽ പല ക്വസ്റ്റ്യൻസും നമ്മൾ പലതവണയായിട്ട് കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പം ഇത് എളുപ്പമുള്ള ഒരു സിലബസ് ആണ്, പഠിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് പിന്നീട് നമുക്ക് കാണാം.